ഏവർക്കും കല്ലാധ്വനി ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തിൻ്റെ പൊന്മുട്ടയിടുന്ന താറാവിനെ ഇല്ലാതാക്കാൻ രാഹുൽ ഗാന്ധി. അത് മറ്റൊന്നുമല്ല, അദാനി ഗ്രൂപ്പ് കമ്പനികളെ ഇല്ലാതാക്കാനുള്ള രാഹുലിൻ്റെയും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെയും പദ്ധതിയാണത്. കഴിഞ്ഞ പ്രാവശ്യം ഹിഡൻബർഗ് എന്ന പെട്ടിക്കട മുതലാളിയുടെ പേരിലായിരുന്നു അദാനിക്കെതിരെ വ്യാജ ആരോപണം ഉയർത്തിയതെങ്കിൽ ഇത്തവണ ആലോചിച്ചുറപ്പിച്ച മട്ടിൽ ഡീപ് സ്റ്റേറ്റിൻ്റെ വക്താക്കളായ ജോർജ് സോറസും മറ്റു ചിലരും ഇന്ത്യയിൽ അതിന് കുടപിടിക്കാൻ രാഹുൽ ഗാന്ധിയും അടക്കം കച്ചകെട്ടി ഇറങ്ങിയെങ്കിലും അതും ഒരു കരയിലും അടുത്തില്ലെന്ന് മാത്രമല്ല, കുറേ നഷ്ടം അദാനിക്കുണ്ടായെങ്കിലും ഓഹരികൾ കുതിച്ചു കയറുകയാണിപ്പോൾ. ഓഹരികൾ താഴെ പോകുമ്പോൾ ഇക്കൂട്ടരുടെ ലക്ഷ്യം അത് വാങ്ങിക്കൂട്ടിയുള്ള ലാഭക്കച്ചവടവുമാണ്. 4-5 വൻ ആരോപണങ്ങൾ ഉയർത്തിയ അദാനിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച മാതിരിയുള്ള വ്യാജ പ്രസ്താവനകൾ വന്നു തുടങ്ങിയത് മുതൽ അദാനിയെയും അതുപോലെ മോദിയെയും ഇപ്പം ഇറക്കാമെന്നുള്ള പൊട്ടൻ കളി അപ്പോഴേ തുടങ്ങി. അദാനിയെ ഇപ്പം അറസ്റ്റ് ചെയ്യണം എന്നുള്ള മന്ത്രോച്ചാരണവും ഉച്ചത്തിൽ തുടങ്ങിയെങ്കിലും കള്ളന്മാർക്കിത് നല്ല കാലമല്ല എന്ന് പറഞ്ഞതുപോലെ രാഹുലിൻ്റെ മന്ത്രമൊക്കെ തൊണ്ടക്കുഴിയിൽ തന്നെ കുരുങ്ങിപ്പോയി. അദാനി വാർത്തകളിലേറെയും വ്യാജമായിരുന്നെന്ന കരക്കമ്പിയും നിയമപ്രസ്താവനകളും വന്നതോടെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇന്ത്യൻ വക്താവും അധികാരമോഹിയുമായ രാഹുൽ ഗാന്ധിയുടെ മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയിലായി. അയാളെ കണ്ടുപിടിക്കാൻ ഇനി മഷിയിട്ട് നോക്കേണ്ടി വരുമോ ആവോ. ന്യൂസ് ഡെസ്ക് കല്ലാധ്വനി ന്യൂസ്.